ദീപകിനെ മരണത്തിലേക്ക് തള്ളിവിട്ട വ്യക്തി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ വളരെ സ്വാഗതാർഹമായ കാര്യം. ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ആ പെൺകുട്ടി അറസ്റ്റിലായിരിക്കുകയാണ്. കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. പെൺകുട്ടിയുടെ സ്വകാര്യ വാഹനത്തിലൊക്കെയാണ് വരാൻ സംഭവിച്ചത്. എന്നിരുന്നാലും പോലീസ് അറസ്റ്റ് ചെയ്തത് നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഷിംജിതക്കെതിരെ കേസെടുത്തത്. ഇപ്പോൾ ഷിംജിത കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടന്നുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരിക. ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങുക. ഇതിലേക്ക് പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ നടപടിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദൃശ്യങ്ങളാണ്. അതായത് ദീപകിന്റെ ദൃശ്യങ്ങൾ ഇവർ ഫോണിൽ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ആ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കണം. അതിശക്തമായ നടപടികളും നിലപാടുമായിട്ട് മുമ്പോട്ട് പോകണം. പശ്ചാത്തലത്തിൽ ഷിംജിത അത് നീക്കം ചെയ്തിരുന്നു. അതേ തുടർന്ന് പിന്നീട് അത് കണ്ടെത്തേണ്ടതുണ്ട്. മാത്രമല്ല മാധ്യമങ്ങൾ പേര് പറയുന്ന അവസ്ഥയിൽ ഷിംജിതയെ അറസ്റ്റ് ചെയ്യുന്നത് സ്വാഗതാർഹമാണ്. അതുകൊണ്ട് തന്നെ ആ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഫോൺ കണ്ടെത്തണം. നിയമം അനുശാസിക്കുന്ന ശിക്ഷ ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കണം. അതിശക്തമായ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും, നമ്മളെ എല്ലാവരുടെയും വിജയമാണ്. ഓരോ മലയാളിയുടെയും വിജയമാണ്. ഓരോ പുരുഷന്റെയും വിജയമാണ്. പുരുഷ കമ്മീഷന്റെ വിജയമാണ്. നമ്മളെല്ലാം ചെലുത്തിയ സമ്മർദ്ദത്തിന്റെ വിജയമാണ്. ഷിംജിത അറസ്റ്റിൽ എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. പോരാടിയ എല്ലാ പുരുഷന്മാർക്കും അഭിനന്ദനം. ഇനിയും ആ പോരാട്ടം തീർന്നിട്ടില്ല. കോടതിയിലടക്കം ആ പോരാട്ടവുമായി മുമ്പോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. കൂടുതൽ നമുക്ക് ദീപകിന്റെ പേരന്റ്സിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജനുവരി 17 ദീപകിന്റെ ഒരു ഓർമ്മ ദിനമായി, പുരുഷാവകാശ ദിനമായി നമ്മൾ ആചരിക്കുകയും ചെയ്യും. അവർക്ക് നല്ല ഏറ്റവും മികച്ച അഡ്വക്കേറ്റ്സിനെ അടക്കം ലഭ്യമാക്കി ഈ കേസ് അതിന്റെ കൃത്യമായ ഗതിയിൽ നിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കും. എത്രമാത്രം സർക്കാരിന്റെ നിലപാട് സ്ട്രോങ് ആവുമെന്നറിയില്ല. പക്ഷെ അതിശക്തമായ നിലപാട് നടപടിയായി നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് പോകണം. ഇത് വലിയ വിജയമാണ്. ഓരോ പുരുഷന്റെയും ഓരോ മനുഷ്യന്റെയും ഓരോ മലയാളിയുടെയും ഒക്കെ വിജയമാണ്. അത് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് നമുക്ക് കാണാം. അപ്പോൾ അറസ്റ്റ് ചെയ്തതിൽ അത് പോലീസിന് മേൽ എത്രമാത്രം സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പോലീസുകാർക്ക് ഇത് മുമ്പേ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അത്രമാത്രം സമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങളിൽ അറസ്റ്റ് വന്നതിൽ ആശ്വാസം രേഖപ്പെടുത്തുന്നു. ആരോടും പ്രതികാരമില്ല. പക്ഷേ നീതി വേണം. ദീപകിന് നീതി വേണം. ദീപകിന്റെ അച്ഛനും അമ്മയ്ക്കും നീതി വേണം. ഓരോ പുരുഷനും നീതി വേണം.